ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ കനത്ത ഇടിവാണ്. 71.16% ഇതുവരെയുള്ള കണക്ക്. ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയിലും കുറവ് പത്തനംതിട്ട മണ്ഡലത്തിലുമാണ്. ഇപ്പോൾ ഹൗസ് വോട്ടുകളെ പറ്റി പറയുന്നത് അത് 1 ലക്ഷം വോട്ടുകൾ വരും. അതൊക്കെ ചേർത്താൽ പോലും ഈ ശതമാനത്തിൽ ഏതാണ്ട് കാര്യമായ വർധനവുണ്ടാവാൻ ചാൻസ് ഇല്ല. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 5% കുറവ് വോട്ടുകളാണ് ഇത്തവണ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ വോട്ടും വീട്ടിലെ വോട്ടും കൂട്ടുമ്പോൾ പരമാവധി 73% വരെ എത്തും. 2019 77.84% പോളിംഗ്. 40 ദിവസം നീണ്ട വാശിയേറിയ പ്രചാരണം. ദേശീയ നേതാക്കളും മന്ത്രിമാരുമടക്കം മത്സരിച്ച തെരഞ്ഞെടുപ്പ്. റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്ന മുന്നണികൾ പ്രതീക്ഷിച്ചെടുത്താണ് പോളിംഗിൽ ഇടിവുണ്ടായത്. കടുത്ത പോരാട്ടം നടന്ന വടകരയിലാണ് കൂടുതൽ പോളിംഗ്, 78%. 2019 ഇത് 82%. ദേശീയ ശ്രദ്ധ ആകർഷിച്ച പത്തനംതിട്ടയിലാണ് കുറവ് പോളിംഗ്, 63%. കഴിഞ്ഞ തവണ ഇത് 74%. അതേസമയം പോളിംഗ് സാമഗ്രികളിലെ തകരാറും പോളിംഗിലെ വേഗതയും പോളിംഗ് ശതമാനത്തെ ബാധിച്ചുവെന്ന് മുന്നണികൾ വിമർശിക്കുന്നു. 95% ബൂത്തിൽ വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8-9 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ദീസ് വടക്കരൻ്റെ 8 ബൂത്തിൽ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ്. 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. പോളിംഗ് ശതമാന കണക്കുകളിലെ മുന്നണി പ്രതീക്ഷകൾ സമീപകാലത്തായി കാര്യമായി തെറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിൽ മാത്രമല്ല ആശങ്കയിലും മുന്നണികൾ ഏറെക്കുറെ തുല്യരാണ്. 24 തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ പല കാരണങ്ങളെ പറ്റിയുള്ള അസംഷൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിലും പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർ മാത്രമല്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഈ പറയുന്ന പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നതിലെ ചർച്ചയാണ്. പോളിംഗ് ശതമാനം കൂടിയാൽ ഇന്നയാൾക്ക് നേട്ടം, കുറഞ്ഞാൽ ഇന്നയാൾക്ക് നേട്ടം എന്നൊക്കെയുള്ള ഒരു പഴയ കൺസെപ്റ്റൊക്കെ കാലാകാലങ്ങളിൽ മാറി വരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഒന്നും പറയാൻ കഴിയില്ല ആർക്ക് നേട്ടം ആർക്ക് കോട്ടം എന്ന കാര്യത്തിൽ. വടകരയിൽ വോട്ടിംഗ് വൈകിയതിന് പിന്നിൽ അട്ടിമറി ആരോപണവുമായി കോൺഗ്രസ്. UDF ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവ്വം വോട്ടെടുപ്പ് വൈകിപ്പിച്ചു എന്ന് DCC അധ്യക്ഷൻ പറയുകയാണ് K. പ്രവീൺകുമാർ. ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറി നടന്നോ എന്ന് ഇലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പറഞ്ഞു. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDF സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള അട്ടിമറി സാധ്യതകൾ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് UDF ഇലക്ഷൻ കമ്മിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തി പറയും. ചെങ്കൽച്ചുള്ള ട്രിവാൻഡ്രം എന്നൊരു ഹാൻഡിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിന് കാരണം നഗ്നമായ അഴിമതിയും സ്വജനപക്ഷപാതവും. യുവാക്കൾ ഒരു പാർട്ടിയും വിശ്വാസമില്ലാത്തവരും പുതുമേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുന്നു. ഉറപ്പായും അത് എന്താണ്, ഇപ്പോൾ യുവജനത ഈ പോളിംഗിൽ എത്രത്തോളം ശതമാനം വോട്ട് ചെയ്തു എന്നൊരു കണക്കെടുക്കൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം കുറേയധികം പേർ കേരളത്തിന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം കുറയുന്നുവെന്ന ആരോപണം കാലങ്ങളായി കേൾക്കുന്നതാണ്. അപ്പോൾ അത് ഉറപ്പായും അക്കാഡമിക്കിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യവുമാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട്. മുന്നണികളുടെ ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തൽ തുടങ്ങുകയും ചെയ്തു. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറയുകയാണ്. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന പ്രവചനങ്ങൾ സമീപകാലത്തായി തെറ്റുകയുമാണ്. ഇതാണ് മുന്നണികളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായെന്നും ഇത് ഗുണകരമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചുവെന്നും മുന്നണി വിലയിരുത്തുന്നു. പോളിംഗ് ശതമാനം ഉയരാത്തത് സംസ്ഥാന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നതിൻ്റെ തെളിവായി ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് നേരിയ ആശങ്ക UDF ഉണ്ടാക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴെല്ലാം നേട്ടം UDF എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ വികാരം തങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. സമുദായ സംഘടനകളുടെ പിന്തുണയും ലഭിച്ചു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDF ദോഷം ചെയ്യില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 20 സീറ്റും ലഭിക്കും. കേരളത്തിലെ കാര്യം 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. പണിയും പയറ്റിയാലും 18 അടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകുന്നില്ല. CPM കിട്ടില്ല, BJP കിട്ടില്ല. 20-ൽ 20 സീറ്റും UDF ജയിക്കും. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ടെന്നാണ് BJPയുടെ വിലയിരുത്തൽ. എന്നാൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ UDF ഗുണം ചെയ്തുവെന്നും BJP വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മെഷീൻ കേടാകാറുണ്ട് പണ്ട്, പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു. ആ സമയമെങ്കിലും വൈകുന്നേരത്തെ 6 മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ടറൽ ഓഫീസറെയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നടത്തിയില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം. ഇനി കേരളത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വേണ്ടത്. സ്വതന്ത്രവും നീതിപൂർവമായ ഇലക്ഷൻ എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്? ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ തിരികെ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ, വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് വലിയ പരസ്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. എന്നിട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെയാണോ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ മുന്നിലേക്ക് വന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത്? അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ രാജ്യത്തൊരു സംവിധാനമുള്ളതാണ്. വർഷങ്ങളായി വളരെ ഭംഗിയായി ചിട്ടയായി ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യ. ആ പാരമ്പര്യമാണ് നമ്മൾ ഇന്നലെ ഇല്ലാതാക്കിയത്. ഒരു ഉത്തരവാദിത്വം ഇല്ല, ആർക്കും ഇല്ല ഒരു അക്കൗണ്ടബിലിറ്റി, ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പോയത്. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, ഇതിനെക്കുറിച്ചൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. എന്താണ് സംഭവം? ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഡയറക്ഷൻ ഈ കാര്യത്തിലുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മറുപടി പറഞ്ഞതാണ്, എത്ര വലിയ ജീർണതയിലേക്കാണ് CPM പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത്രമാത്രം ജീർണത ബാധിച്ചൊരു പാർട്ടിയായോ CPM? രഹസ്യമായി CPM-ന്റെ നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ BJP നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് BJP-യെ ജയിപ്പിക്കാം എന്ന് ഒത്താശ ചെയ്യുന്നു. ഇപ്പം മുഖ്യമന്ത്രി ചെയ്തത് ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, മാധ്യമങ്ങളത് ആദ്യം ശ്രദ്ധിച്ചില്ല. അതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടതല്ല, മറിച്ച് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് EP ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത്. കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ്. എന്തിനാണ് EP ജയരാജൻ, LDF കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള BJP-യുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം? എന്ത് ചർച്ച ചെയ്യാനാണ്? ബിസിനസ് ചർച്ച ചെയ്യാണ്? ബിസിനസ് ഡീലാണോ, പൊളിറ്റിക്കൽ ഡീലാണോ, ഇലക്ഷൻ ഡീലാണോ? എന്താണ്? അവർ തമ്മിലുള്ള അതിർത്തി തർക്കമുണ്ടോ? അവർ തമ്മിലുള്ള ബിസിനസ് ഉണ്ടോ? എന്ത് ഡീലാണ് കണ്ടത്? പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന കേസുകളെല്ലാം SNC ലാവ്ലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ EP പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത്? അതുകൊണ്ടാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ EP ജയരാജൻ കണ്ടത് പിണറായി വിജയൻ തള്ളി പറയുന്നില്ല, അവിടെ ന്യായീകരിക്കുകയാണ്. കണ്ടതുകൊണ്ടൊരു കുഴപ്പമില്ല, അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത്. എന്നിട്ട് നന്ദകുമാറിൻ്റെ പ്രശ്നത്തിൽ EP ജയരാജനെ മോശക്കാരനുമാക്കുന്നു. ഇത് രണ്ട് ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിൻ്റെ. ഇരട്ടത്താപ്പാണ് ഇത് മുഴുവനുള്ളത്, ഇത് മുഴുവൻ. അപ്പം ഇവർ തമ്മിൽ 2021 നേരത്തെ RSSന്റെ മുഖപത്രമായ മെയിൻ അദ്ദേഹമായ ബാലശങ്കർ, ഓർഗനൈസറിൻ്റെ ബാലശങ്കർ, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആൾ നേരത്തെ പറഞ്ഞു 21 CPM-നെ BJP സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ അവർ സഹായിക്കാനുള്ള ധാരണയാണ് 24-ലെ തെരഞ്ഞെടുപ്പിലും 26-ലെ തെരഞ്ഞെടുപ്പിലും ധാരണയാണ്. ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ, നിങ്ങളെല്ലാം മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുത്തു എന്ന്. കരുവന്നൂർ ED അന്വേഷണം കടുപ്പിക്കുന്നു, മാസപ്പടി അന്വേഷണം കടുപ്പിക്കുന്നു. എന്തിനാ കടുപ്പിച്ചത്? കടുപ്പിക്കൽ മാത്രം ഉണ്ടായില്ല, കടുപ്പിച്ചിട്ട് ഈ വോട്ടപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്ന് CMRL-നെതിരായിട്ട് വരെ സംസാരിച്ചു, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വരെ. എന്നിട്ട് CMRL-നെ ശശിധരൻ കർത്തായെ ചോദ്യം ചെയ്തത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. പിന്നെ അടുത്ത നോട്ടീസൊന്നുമില്ല, ആർക്കുമില്ല. ഈ കേസിലെ
യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയ ആളുകൾക്കെതിരായിട്ട് ഒരു അന്വേഷണം ഇല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അതങ്ങ് തീർന്നു. മനസ്സിലായില്ലേ? കരുവന്നൂരിലും ഇവരെ 3-4 പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണി ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി. ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു, CPM-ന്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് CPM-ന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മര്യാദയ്ക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ ഡീലായിരുന്നു. ആ ഡീലാണ് ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചും സെറ്റിൽമെൻറ്റ് നടത്തിയും ഇവർ നടത്തിയത് മുഴുവൻ അതാണിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിങ്ങൾ 4 ആഴ്ച മുമ്പ് ഞാൻ ചോദിച്ചതാണ്, EP ജയരാജൻ LDF-ന്റെ കൺവീനറാണോ NDA-യുടെ കൺവീനറാണോ എന്ന് ചോദിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഇതേ ചോദ്യം ചോദിച്ചതാണ്. അതല്ലേ ഇപ്പോൾ ശരിയായി വന്നിരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. തള്ളി പറഞ്ഞിട്ട്. എന്നാൽ മറ്റേ കാര്യത്തിൽ തള്ളി പറഞ്ഞിട്ടുമില്ല. കാരണം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് EP ജയരാജൻ പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ തള്ളി പറയാത്തത്. CPM നേതൃത്വം മറുപടി പറയണം. എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ഒരാളുമായി CPM-ന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച നടത്തുന്നത്? ഏത് പൊതു സ്റ്റേജിലാണ് പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി ട്രെയിനിൽ പോലും യാത്ര ചെയ്യുന്ന ആളല്ല. വളരെ അപൂർവമായിട്ടാണ്. ഈ അടുത്ത കാലം എത്രയോ പ്രാവശ്യം ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിയും ചർച്ച നടത്തിയിട്ടുണ്ട്, EP ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ ചർച്ച? എന്തായിരുന്നു ഇവരുടെ ഡീൽ? ഇത് ജനങ്ങൾ അറിയണ്ടേ? അപ്പോൾ CPM-ന് നേതാക്കളുടെ മീതെ ഒരു നിയന്ത്രണമില്ല. ഏത് നേതാവിനും പോയി, എത്ര വലിയ നേതാവിനും പോയി BJP-യുമായി ചർച്ച നടത്താം. CPM-ന്റെ തീരുമാനമാണോ? ഔദ്യോഗിക തീരുമാനമാണോ ഇത്? ഇങ്ങനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവസരവാദമാണോ ഇത്? മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ RSS-ന്റെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെ എപ്പോഴും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ? ഈ പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഇപ്പോൾ കഴിഞ്ഞു പോയത്? ഇത് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഇന്നലെ ശിവന്റെ കഥയാണ് പറഞ്ഞത്, ചൊല്ല് പറഞ്ഞത്. അത് ഞാനതിന് മറുപടിയും പറഞ്ഞു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് രണ്ടുപേരും ഉത്തര മലബാറുകാരായതുകൊണ്ട് വടക്കം പാട്ടിൽ ഒരു ഈരടിയെടുത്തു. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അതാണ് കുറച്ചുകൂടി ചെയ്തത് ഈരടി. ഈ EP ജയരാജൻ ചെയ്ത, പിണറായി വിജയൻ ചെയ്ത ചെയ്ത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ്. വടക്കം പാട്ടിലെ ഈരടികളാണ്. അല്ല, ഇപ്പം നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കണ്ട. അതായത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം കണ്ടില്ല, അതല്ല. ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. വോട്ടർമാരെ എല്ലാവരെയും ബാധിക്കുന്നതാണ്. CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെ എല്ലാ വോട്ടർമാരെയും ബാധിക്കുന്നത്. ഇങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇനി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ലല്ലോ. എല്ലാ വോട്ടർമാർക്കും ചെയ്യേണ്ടത്. എത്ര പേരാണ് 4 മണിക്കൂറൊക്കെ കാത്തു നിന്ന് തിരിച്ചു പോയത്? എത്രയോ പേര് ജോലിക്ക് പോകേണ്ട ആളുകളാണ്, പണിക്ക് പോകുന്ന ആളുകളാണ്. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇതെല്ലാം തീർന്നു. 6 മണിക്ക് അകത്ത് കയറ്റിയിട്ട് വോട്ട് ചെയ്യിക്കാത്ത സ്ഥലമുണ്ടല്ലോ. എന്ത് തോന്നിയാസം നടക്കുക? ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടാണോ പല സ്ഥലത്തും നടന്ന്? ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ്? 2 വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വന്നത്? എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ. ഇത് കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ. കുറേ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് വന്നു. എന്തുകൊണ്ടാണ് ഇത്രയും മെഷീൻ കേടായത്? ഏതെങ്കിലും ഇലക്ഷൻ ഇത്രയും മെഷീൻ കേടായിട്ടില്ല. നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് കണ്ട ആളുകള? വല്ല ഒറ്റപ്പെട്ട സംഭവമാണ് ഉണ്ടാകാറില്ല. ഇത് വ്യാപകമായി മെഷീൻ കേടാവുക രാവിലെ തന്നെ. ഒരു സ്ഥലത്ത് ബാറ്ററി ഇല്ല. അപ്പോൾ ആരാണ്? അക്കൗണ്ടബിലിറ്റി ഇല്ല ഇതിന്. ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുത്താൽ അന്വേഷണം ഇല്ല, വിളിച്ചു പറഞ്ഞാൽ അന്വേഷണം ഇല്ല, ഒന്നും ചെയ്യില്ല. ഇത്രയും ഡിലേ വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഒരു മണിക്കൂറെങ്കിലും തെരഞ്ഞെടുപ്പ് പോളിംഗ് നീട്ടി വെക്കണ്ടേ? ഒരവസരം കൊടുക്കണ്ടേ? ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടല്ലോ അവരോട്, എന്നിട്ട് അവർ ചെയ്തില്ല. ശരിയല്ല. മുഖ്യമന്ത്രിക്കെതിരായി മുന്നകൂർപ്പിക്കുകയാണ് VD സതീശൻ. അത് EP ജയരാജൻ കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന ഈരടിയാണ് ചേരുക, അല്ലാതെ ശിവനും പാപിയും പരാമർശമല്ല എന്ന് പറയുകയായിരുന്നു VD സതീശൻ. ഓക്കെ. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ EP ജയരാജൻ നടപടിയിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പോളിംഗ് ദിനത്തിലെ EP-യുടെ തുറന്നു പറച്ചിൽ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് നേതാക്കളുടെ പൊതുനിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യ തള്ളിപ്പറയലിനപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി തിങ്കളാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയാകും. നിർണായക തിരഞ്ഞെടുപ്പ് ദിനം പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്ന EP ജയരാജന്റെ തുറന്നു പറച്ചിൽ അത്ര നിഷ്കളങ്കമല്ല എന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ
TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതിന് സമാനമായാണ് ഇതിനെയും പാർട്ടി കാണുന്നത്. ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ അതൃപ്തി മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞു. വാക്കുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിമർശനങ്ങൾക്കപ്പുറം നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ തന്നെ റദ്ദാക്കുന്ന നീക്കത്തിൽ ഘടകകക്ഷികളിലും വിയോജിപ്പുണ്ടാക്കി. തിരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ ചേരും. EP ജയരാജന്റെ പ്രതികരണവും സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റുമോ അതോ EP ജയരാജൻ സ്വയം ഒഴിയുമോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അതിനുള്ള ഉത്തരം അടുത്തയാഴ്ചയോടെ AKG സെന്ററിൽ നിന്നും ഉണ്ടാകും. ഇതിനിടെ EP ജയരാജനെ തള്ളി പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക് രംഗത്തെത്തി. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തുവരുമോ എന്ന ആശങ്കയും CPMനുണ്ട്. അതേസമയം സംഭവത്തിൽ പാർട്ടിക്ക് നേരിട്ട് വിശദീകരണം നൽകാനാണ് EP ജയരാജന്റെ തീരുമാനം. 2023 മാർച്ച് 5-നായിരുന്നു EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. 10 മിനിറ്റായിരുന്നു കൂടിക്കാഴ്ച. 24 തിരുവനന്തപുരം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് CPIMന്റെ പ്രതിരോധം. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടിക്കാഴ്ചയിൽ നടന്നത് കൃത്യമായ ഡീലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പറ്റില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ്. BJPയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. മുഖ്യമന്ത്രി അറിയാതെ EP ജയരാജൻ ഒന്നും ചെയ്യില്ലെന്ന് രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. EP ജയരാജൻ മുഖ്യമന്ത്രി അറിയാതെ ഇതൊന്നും ചെയ്യില്ല. BJPയുമായിട്ടൊരു ഡീല്, BJPയുമായിട്ടൊരു സഖ്യം, ഒരു അന്തർധാര CPM ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയിൽ പരിഹാസവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. വളരെ പ്രശസ്തമായ രൂപത്തിൽ അതിദീർഘമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. ഇതുപോലൊരു മേജർ ഡീവിയേഷനിൽപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉന്നത തലങ്ങൾ അറിയാതെ ഉണ്ടാകുമോ എന്നറിയില്ല. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ന്യായീകരണമാണ് CPIMനുള്ളത്. കോൺഗ്രസും BJPയും തമ്മിലാണ് അന്തർധാരയെന്നും തെരഞ്ഞെടുപ്പിന് തലേന്ന് നടത്തിയ പാഴ്ശ്രമമാണ് ആരോപണമെന്നും MV ജയരാജൻ. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ BJPയിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചുപിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും സംസ്ഥാന നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ടെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കൂടുതൽ UDF LDF നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന പ്രകാശ് ജാവ്ദേക്കറിന്റെ ആരോപണം കൂടിയെത്തുന്നതോടെ വരും ദിവസങ്ങളിലും വിവാദം സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പ്. 24 തിരുവനന്തപുരം. പത്മജ വേണുഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉടൻ BJPയിൽ ചേരുമെന്ന പരാമർശത്തിന് മറുപടിയായാണ് വെല്ലുവിളി. കരുണാകരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പരാമർശത്തെ വിമർശിച്ച് K മുരളീധരൻ രംഗത്തെത്തി. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയിലേക്ക് എത്തുമെന്നും അക്കൂട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടാകുമെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണമാണ് രാജ്മോഹനെ ചൊടിപ്പിച്ചത്. പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. ഇതിനിടെ കരുണാകരനെതിരെ രാജ്മോഹൻ നടത്തിയ പരാമർശം അതിരുകടന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാന്നല്ല പറഞ്ഞോളൂ. ഞാൻ കരുണാകരൻ്റെ മകനല്ലല്ലോ. ആണോ? അതിന് അച്ഛനെ പറയാന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്ത് ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. ഞാൻ കരുണാകരൻ്റെ മകനല്ല. ആണോ? കരുണാകരൻ്റെ വീട്ടിൽ നടന്ന 73 തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. കരുണാകരൻ ഇന്നും സൂര്യതേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമെന്നും അത് നോക്കി കുരച്ചിട്ട് കാര്യമില്ലെന്നും K മുരളീധരന്റെ തിരിച്ചടി. പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും കരുണാകരന്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചു വരുന്ന ഇന്ന് മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചു ചേരുന്ന സൂര്യനുമില്ല. അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല.
കെ കരുണാകരനെതിരായ പരാമർശത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുണ്ട്. 24 തൃശൂർ. ഇതായിട്ട് പ്രേക്ഷകൻ പറയാണ്, ഉദയ് സാദം ഇലക്ഷൻ ഉദ്യോഗസ്ഥരെയും വോട്ടർമാരെയും കഷ്ടപ്പെടുത്തിയ പോളിംഗ് കാലതാമസത്തിൽ അന്വേഷണം വേണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ് UDF ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുന്നുമുണ്ട്, അതിൽ അന്വേഷണം വേണമെന്നുള്ള കാര്യം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. വയനാട്ടിൽ 3 കള്ളവോട്ട് ആരോപണം ഉയർന്നത്. പാല കടനാട് പഞ്ചായത്തിലെ ബൂത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് മെഷീനിൽ കാണിച്ചു എന്നൊരു പരാതിയുണ്ട്. ബത്തേരി ചീരക്കാത്തോട്ടം വീട്ടിൽ അൽഫോൺസ് അജിത്ത വോട്ട് ചെയ്യാൻ മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയത്. ബത്തേരി ടെക്നിക്കൽ സ്കൂളിലെ ബൂത്തിൽ 5 മണിയോടെ എത്തി. നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ മറ്റാരോ വോട്ട് രേഖപ്പെടുത്തിയതായി ബോധ്യപ്പെട്ടു. നടന്നത് കള്ളവോട്ടെന്ന് പരാതി നൽകിയതായും അൽഫോൺസ. ഞാൻ ഇതുവരെ ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല. ഇത് ഞാൻ 4ാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ടെൻഡേഡ് വോട്ട് ചെയ്തു, അത് കഴിഞ്ഞു. ഇതെങ്ങനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ അന്വേഷിച്ചു, പരാതി കൊടുത്തു. എൻ്റെ വോട്ട് എൻ്റെ റൈറ്റാണ്, എനിക്കത് എന്തായാലും വേണം. അപ്പം ഞാൻ പരാതി കൊടുത്തു. ബാക്കി നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ തീരുമാനിക്കുന്നത്. അമ്പലവയലിലും കൽപ്പറ്റയിലും കള്ളവോട്ട് പരാതികളുണ്ട്. പാല കടനാട് പഞ്ചായത്തിലെ 25 നമ്പർ ബൂത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് മെഷീനിൽ കണ്ടത് വിവാദമായി. 715 പേർ വോട്ട് ചെയ്ത ബൂത്തിൽ മെഷീനിൽ കണ്ടത് 719 പേരുടെ വോട്ട്. സംഭവത്തിൽ LDFും UDFും പരാതി നൽകി. പരാതി ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. 24 വയനാട് കോട്ടയം. അമേഠി റായ്ബറേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്ന് തീരുമാനം. ഇന്ന് വൈകിട്ട് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇക്കാര്യം തീരുമാനിക്കും. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനാണ് സാധ്യത. ദിവസങ്ങളായി തുടരുന്ന സസ്പെൻസിന് ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനമാകും. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആവശ്യം. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ ഇരുവരും മത്സരിക്കണമെന്ന സമ്മർദ്ദവും ശക്തമാണ്. അമേഠി സീറ്റിൽ റോബർട്ട് വദ്ര അവകാശവാദം ഉന്നയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരുന്നു. എന്നാൽ വദ്രയുടെ ആവശ്യം തള്ളിയ AICC രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഉറച്ചു നിൽക്കുകയാണ്. വയനാട് മണ്ഡലത്തിലെ പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിലാണ് അമേഠി റായ്ബറേലി സീറ്റുകളിൽ കോൺഗ്രസ് പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. അമേഠിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അമേഠിയിൽ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. സോണിയാഗാന്ധിയെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തതോടെ റായ്ബറേലിയിൽ പ്രിയങ്കയുടെ പേരിലേക്കാണ് സംസ്ഥാന നേതൃത്വം എത്തിയത്. മെയ് 20 5ാം ഘട്ടത്തിലാണ് ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. 24 ഡൽഹി. മെയ് 7 നടക്കുന്ന 3ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പ്രചരണം സജീവമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ. അടിയൊഴുക്കുകളിൽ ആശങ്കയിലാണ് മുന്നണികൾ. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഉത്തർപ്രദേശ് BJP അനുകൂല തരംഗത്തിന് തിരിച്ചടിയാകില്ല എന്ന് യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു. ഉഷ്ണതരംഗത്തിൽ വിയർത്ത ആദ്യ 2 ഘട്ടങ്ങളും കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭരണപ്രതിപക്ഷ വിഭാഗങ്ങൾ വിലയിരുത്തുന്നു. ഉത്തർപ്രദേശിലെ അടക്കം ശക്തി മേഖലകളിൽ വോട്ട് കുറഞ്ഞതാണ് BJPയെ വിഷമിപ്പിക്കുന്നത്. രാജ്പുത് ഠാക്കൂർ സമുദായങ്ങൾ BJPയുമായി അകന്നു നിന്നു എന്നതിന്റെ ഫലമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാകുമെന്ന വാദം യോഗി ആദിത്യനാഥ് നിഷേധിച്ചു. കേരളം കർണാടകമടക്കമുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് കോൺഗ്രസിന്റെ ആശങ്ക. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൂടുതൽ മണ്ഡലങ്ങളിൽ റാലിക്കെത്തിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ഇത്തവണ രാജ്യത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് മല്ലികാർജുൻ ഖാർഗെ അസമിൽ അവകാശപ്പെട്ടു. മെയ് 7 94 മണ്ഡലങ്ങളാണ് 3ാം ഘട്ടത്തിൽ ബൂത്തിലെത്തുക. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ മെയ് 7 വോട്ടെടുപ്പ് നടക്കും. കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, ബംഗാളിലെയും അസമിലെയും 4 വീതം മണ്ഡലങ്ങളും മെയ് 7 വോട്ട് ചെയ്യും. ഗുജറാത്തിൽ പ്രധാനമന്ത്രിയുടെ വമ്പൻ റാലികളാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ പാലക്കാട് ജില്ലയിൽ ആശങ്ക. 5 ദിവസത്തോളമായി സാധാരണയിൽ നിന്ന് 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. പകൽ സമയങ്ങളിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ 41 അതിനു മുകളിലേക്കുമാണ് പാലക്കാട്ടെ താപനില. നേരത്തെ 2016 ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. 28 വരെ പാലക്കാട് കൂടാതെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സൂര്യാഘാതമേൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവർ
ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോളിംഗ് ദിനമായ ഇന്നലെയും ജില്ല ചുട്ടുപൊള്ളുകയായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് താപനിലയും കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് ജില്ലയിൽ സൂര്യാഘാതവും നിർജ്ജലീകരണവും മൂലം മരിച്ചത്. 24 പാലക്കാട്. കണ്ണൂരിൽ ഊഞ്ഞാലാടുന്നതിനിടെ കൽത്തൂൺ ഇളകി തലയിൽ വീണ് 14-കാരന് ദാരുണാന്ത്യം. തിരുവങ്ങാട് സ്വദേശി KP ശ്രീനിക്കേതാണ് മരിച്ചത്. തിരുവങ്ങാട് വലിയ മാടാവിൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീനികേത്. അലക്കുകല്ലിനോട് ചേർന്ന് സ്ഥാപിച്ച കൽത്തൂണിൽ ഊഞ്ഞാല് കെട്ടി ആടുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. സങ്കടകരമായ വാർത്തയായിരുന്നു അത്. മൂന്നാറിനെ വിറപ്പിച്ച് കടുവാക്കൂട്ടം. കന്നിമല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് 3 കടുവകൾ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ പശുവിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ പകർത്തിയ ദൃശ്യമാണിത്. നിരനിരയായി പോകുന്ന 3 കടുവകളെ കണ്ട തൊഴിലാളികളുടെ ഭയം വിട്ടുമാറിയിട്ടില്ല. ഒരാഴ്ച മുമ്പ് ലോവർ ഡിവിഷനിലെ ശശികുമാറിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. കടുവകൾ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. என்னோட மாடை லைன்ஸ் பக்கத்தில் உள்ள தொழுவில் வந்து புலி விரட்டி கொண்டு போய் கீழே போய் கொஞ்சம் ஒரு 100 மீட்டர் தள்ளி கொண்டு போய் அடிச்சிருச்சு. எங்களுக்கு அந்த மாடை வச்சு தான் வாழ்வாதாரம். കന്നിമലയിൽ ഇന്നലെ വനം വകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയെങ്കിലും കടുവകളെ കണ്ടെത്താനായില്ല. അമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കടുവാക്കൂട്ടമാണ് ഇറങ്ങിയതെന്ന് വനം വകുപ്പ് പറയുന്നു. തലയാർ എസ്റ്റേറ്റിലും കടുവയുടെ ആക്രമണം രൂക്ഷമാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 6 പശുക്കളെ ഇവിടെ കടുവ കൊന്നു. നയമക്കാടും സ്ഥിതി സമാനമാണ്. 24 ഇടുക്കി. പ്രകാശൻ വി പറയുന്നുണ്ട്, ഹാഷ്മി, വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല. അതാണ് നിങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാത്രം ഒരു സർവേ നടത്തണം, അപ്പോൾ ചിത്രം വ്യക്തമാകും. ചേട്ടാ, ഒരു സോൾ കാരണം അത് മാത്രം ആവാൻ പ്രാക്ടിക്കലി അങ്ങനെ നടക്കില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ അതൊരു കാരണം ആയിക്കൂടാ എന്നുമില്ല. അതിൽ കാരണങ്ങളൊന്നും അതായിക്കൂടാന്നില്ല. പക്ഷേ ഈ യൂത്ത് രാഷ്ട്രീയത്തോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള ചോദ്യം ഇക്കാലങ്ങൾ കൂടുതൽ സജീവമായി വരുന്നതാണ്. ചേട്ടൻ പറയുന്നത് പോലെ അവരുടെ ഇടയിൽ മാത്രം ചില ചർച്ചകൾ നടത്തുന്നത് ഫലപ്രദമാവുകയും ചെയ്യുമെന്ന് കരുതുന്നു. ജിവിൻ മാത്യു പറയുകയാണ്, ഒരു ബൂത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വോട്ടിംഗ് മെഷീൻ വെച്ചാൽ മതി, പോളിംഗ് ശതമാനം കൂടും. അതെങ്ങനെ മനസ്സിലാവുന്നില്ല. സജുലാൽ, റേഷൻ കടകളിൽ വിരലടയാളം പതിച്ച് റേഷൻ വാങ്ങുന്നത് പോലെ വോട്ട് ചെയ്യാനും ഫിംഗർ പ്രിൻറ്റ് വേണം. കള്ളവോട്ട് തടയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. കള്ളവോട്ട് ചെയ്യാൻ തീരുമാനിക്കണം, അതിനൊക്കെ അതിജീവിക്കുന്ന പുതിയ തന്ത്രങ്ങൾ ഇറക്കും. അത് കുറേയൊക്കെ പിടിക്കപ്പെടും, കുറേയൊക്കെ അങ്ങനെ പോവുകയും ചെയ്യും. ദേശാടന പക്ഷികളെ അടക്കം ക്രൂരമായി വേട്ടയാടി ചുട്ടുതിന്നുന്ന സംഘത്തിലെ 3 പേർ പിടിയിൽ. കോഴിക്കോട് പന്നിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രാവ്, കൊക്ക്, അരണ്ട എന്നിവയ്ക്കൊപ്പം ദേശാടന പക്ഷികളെയും വേട്ടയാടുന്ന സംഘമാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ, രാജേഷ്, രവി എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതികളെ വനം വകുപ്പിന് കൈമാറി. പിടികൂടുന്ന പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിക്കയറ്റി കാഴ്ച നഷ്ടപ്പെടുത്തി അവയെ വയലിൽ കെട്ടിയിടും. ഈ പക്ഷികളെ കണ്ടുവരുന്ന മറ്റു പക്ഷികളെ കൂട്ടത്തോടെ വലയിലാക്കുകയാണ് പതിവ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റി വയലിൽ നിന്നാണ് സംഘം പിടിയിലായത്. ആദ്യം ഒരു പ്രാവിനെ പിടിച്ചിട്ട് അതിന്റെ കണ്ണിൽ കൂടെ സൂചി നൂലും കോർത്തിട്ട് ആ പ്രാവിന്റെ കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കും. എന്നിട്ട് ആ പ്രാവിന്റെ കാലയിൽ കയറ് കെട്ടിയിട്ട് ഒരു പാടത്ത് വയലിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ചിട്ട് അതിന്റെ ചുറ്റും നെറ്റ് വിരിക്കും. അപ്പൊ ഈ പ്രാവ് കെണി വെച്ചിരിക്കുന്ന പ്രാവ് തട്ടി കളിക്കുമ്പോൾ ബാക്കിയുള്ള പ്രാവുകൾ വരും. അപ്പൊ ഇവര് ദൂരെ നിന്ന് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെറ്റ് വലിക്കുമ്പോൾ ഈ ബാക്കിയുള്ള പ്രാവുകളെല്ലാം നെറ്റിന്റെ ഉള്ളിൽ കുടുങ്ങും. എന്നിട്ട് ആ പ്രാവിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് സാധാരണ നടക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെയും ഇവർ വേട്ടയാടിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിശദമായി പരിശോധിച്ച് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേസെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 കോഴിക്കോട്. സൈദലവി പുഴക്കൽ ചോദിക്കുകയാണ്, അശ്മി, ഞാൻ പാലക്കാട് നിന്നാണ് രാവിലെ ഇറങ്ങിയത്. കാറിലാണ്, എന്നിട്ടും ചൂടിൽ തളരുകയാണ്. മാതിരി ചൂട്, ഒരു തർക്കമില്ല. തടഞ്ഞുവെച്ച ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് ഭേദഗതി, അബ്കാരി നിയമ ഭേദഗതി, തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെ 5 ബില്ലുകൾക്കാണ് അംഗീകാരം നൽകിയത്. വി എ ഗിരീഷ് ചേർന്നു. ഗിരീഷ്, പെട്ടെന്നൊപ്പിടാനുള്ള കാരണം എന്താണ്? ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലുകളിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോര് നിലനിൽക്കുകയായിരുന്നു. മാത്രമല്ല, ഇടതുമുന്നണി ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ഈ ബില്ല് ഒപ്പിടാത്തതിനെതിരെ ഇടുക്കിയിൽ നിന്നുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജ്ഭവന്റെ മുന്നിലുണ്ടായത്. ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഏതാവശ്യത്തിനാണോ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ.
അതോടൊപ്പം ഈ ഭൂമിയിൽ കെട്ടിടങ്ങളോ മറ്റോ ഒന്നും നിർമ്മിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നിയമത്തിലെ ചട്ടം. ഇതിനെ മാറ്റം വരുത്തുന്നതിന് സർക്കാരിന് അവകാശം നൽകുന്നതാണ് ഈ ഭൂപതിവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി. ഇത് ഒപ്പിട്ടില്ലെങ്കിൽ വയനാട്ടിലെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെയും ഒക്കെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രശ്നത്തിലാകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണർക്കെതിരെയുള്ള സമരം. ഏതായാലും ഈ ബില്ലുകളിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. ഭൂപതിവ് നിയമ ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി, ക്ഷീര സഹകരണ ബിൽ, അതോടൊപ്പം തന്നെ സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ 5 ബില്ലുകൾക്കാണ് ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണർ ഇതിന് അംഗീകാരം നൽകുന്നു, അനുമതി നൽകുന്നു എന്നുള്ളതാണ്. ഹാഷ്മി. ഓക്കെ, വി എ ഗിരീഷാണ്. ഭൂപതിവ് ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിട്ടത്. വലിയ രാഷ്ട്രീയ ആരോപണ പ്രചാരണം ഉണ്ടായതാണ്. ഒപ്പിടില്ല എന്ന നിലപാട് ഉറച്ചു വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒപ്പിടുകയാണ് ഗവർണർ. നല്ല കാര്യം. ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് ഗവർണർ സർക്കാർ അന്തർധാരയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ ഇരുവരും തർക്കിക്കും, പിന്നാലെ മധുരം കൈമാറുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെൻറ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഗവൺമെൻറ്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും, അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവർ തമ്മിലെ ഏർപ്പാടല്ലേ, ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ. കോഴിക്കോട് ഫറോക്കിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു. കൊല്ലം സ്വദേശി അമലാണ് മരിച്ചത്. മണ്ണൂർ വളവിലായിരുന്നു അപകടം. 20ഓളം പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് നിന്നും ഉടുപ്പിയിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണൂർ വളവിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം താഴേക്ക് മറിയുകയായിരുന്നു. ഇരുപത്തിയേഴ് യാത്രക്കാരും 3 ജീവനക്കാരും ഉൾപ്പെടെ 30 പേരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിനടിയിൽപ്പെട്ടാണ് കൊല്ലം ആലങ്ങോട് സ്വദേശി അമൽ മരിച്ചത്. അപകടം നടന്നത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്ന് യാത്രക്കാർ പറയുന്നു. അതിനെക്കുറിച്ച് ഉറക്കമായിരുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരു 1/2 കിലോമീറ്റർ മുന്നേ ഒന്ന് ഡിവൈഡറിൽ ഒന്ന് കയറിയായിരുന്നു എന്ന് പറഞ്ഞു. പരിക്കേറ്റ 20 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 20 രൂപ കൂടി. 6685 രൂപയായി. പവന് കൂടിയത് 160 രൂപയാണ്. 53,480 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അയവ് വന്നതിനെ തുടർന്നാണ് സ്വർണ്ണവിലയിൽ കുറവ് വന്നിരുന്നു. രാജ്യാന്തര സ്വർണ്ണവില കൂടിയതിനെ തുടർന്നാണ് സംസ്ഥാനത്തും സ്വർണ്ണവില കൂടിയത്. ഈ മാസം 19-ന് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡായ 54,520 രൂപയിൽ എത്തിയിരുന്നു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആശാ ശോഭന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നാളെ ബംഗ്ലാദേശിനെതിരായ 2020 മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഉണ്ടാകും എന്നാണ് ആശയുടെ പ്രതീക്ഷ. എന്തെങ്കിലും നേടണമെന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാകാൻ ഈ ലോകം മുഴുവൻ കൂടെയുണ്ടാകും. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ. കേരള ടീമിലെത്തി വിജയങ്ങൾ കൊയ്ത ആശ. സ്വപ്നം കണ്ട പോലെ ഇന്ത്യൻ ടീമിൽ എത്താനെടുത്തത് 20 വർഷങ്ങൾ. പരാജയത്തിന്റെ കൂടി രുചിയറിഞ്ഞാണ് ആശ വിജയ വഴിയിലെത്തിയത്. ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് അതേ ഹാർഡ് വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുന്നതെന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ട്രഗിൾ. അപ്പോൾ ആ സ്ട്രഗിൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. വനിതാ പ്രീമിയർ ലീഗിൽ മുൻവിധികളെ തിരുത്തി കുറിച്ചുകൊണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നേടിയ ഉജ്ജ്വല വിജയം. അന്ന് നിർണായകമായത് ആശയുടെ 5 വിക്കറ്റ് നേട്ടം. പതിമൂന്നാം വയസ്സിൽ കേരള ടീമിൽ, 16-ാം വയസ്സിൽ ക്യാപ്റ്റൻ, 33-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ. പ്രതിസന്ധികളെയും പരിഹാസത്തെയും പുറംകാല കൊണ്ട് ചവിട്ടി ആശയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് കുടുംബത്തിന്റെ പിന്തുണ. നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് യഥാർത്ഥം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. എൻ്റെ മകനറിയാം, അവർക്കറിയാം എന്നുള്ളതല്ലാതെ നമ്മളവർക്ക് പോകേണ്ട യാത്രാക്കൂലി കൊടുക്കും. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്കിത് ഇവരെ എങ്ങനെ ഇതുപോലെ വലിയ തലങ്ങളിൽ വരുമെന്നോ യാതൊരു പ്രതീക്ഷയില്ല. അവളെ ആഗ്രഹമാണിത്. അവൾക്ക് കുഞ്ഞിലേ കളിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മകനും കൂടെ സപ്പോർട്ട് തന്നു. ഇങ്ങനെ എല്ലാവരുടെ കൂടെ അവിടെ കളിക്കാനൊക്കെ പോകും. ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെ. ഇപ്പോഴും
വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും നാടിനെ തൊട്ടറിയുന്നുണ്ട് ആശ. ഈ 20 ഇയേഴ്സ് ആണെങ്കിലും ആശ ഓൾമോസ്റ്റ് സെയിം ഇതേപോലെ ആശ എങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നോ ഇപ്പോഴും അതേ രീതിക്ക് തന്നെയാണ് ആശ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ പെർഫോമൻസ് വൈസും ആശയുടെ എഫേർട്ട് വൈസും ഇത്രയും വർഷം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന പെൺകുട്ടികളോട് പറയാൻ ഉപദേശങ്ങളില്ല, ഒരനുഭവം മാത്രം. ഹാർഡ് വർക്ക് ചെയ്യുക, പേഷ്യൻസ് വെക്കുക, അതാണ് ഞാൻ ഫോളോ ചെയ്തത്. സക്സസ് എന്ന് പറയുന്നത് ചിലവർക്ക് പെട്ടെന്ന് കിട്ടും, ചിലവർക്ക് കുറച്ച് ലേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ടൈം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ബിപിൻ വേളിക്കൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സക്സസ് ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് വൈകിയാണെങ്കിൽ കിട്ടും. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് കിട്ടും എന്ന് ഉറപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടിയാകുന്നു ആശ, അല്ലേ? മെയ് 1 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കാം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, അപ്പോൾ കുറയാൻ പരിപാടിയില്ല? ഇല്ല ഹാഷിമേ, ഈ അടുത്തൊന്നും താപനില, അതായത് ചൂട് കുറയാൻ ഒരു പരിപാടിയുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളൊക്കെ ചുട്ടുപൊള്ളും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. കൊല്ലത്തും തൃശ്ശൂരും പാലക്കാടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ജില്ലകളിൽ. അടുത്ത ദിവസങ്ങളിലും ഈ 3 ജില്ലകൾ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും എന്ന പ്രവചനം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ 3 ജില്ലകളിലും. ഇത് അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് ഈ ഉഷ്ണതരംഗമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങളും ഒപ്പം ഭരണേതര സംവിധാനങ്ങളും ആവശ്യത്തിന് ജാഗ്രത പാലിക്കണം. സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ഏൽക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്, അത് പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹാഷിം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 ജില്ലകൾ ഉൾപ്പെടെ 12 ജില്ലകളിൽ മെയ് 1 വരെ ചൂട് കൂടും എന്ന് തന്നെയാണ്, ചൂട് കൂടി തന്നെ തുടരാൻ സാധ്യത എന്ന് അറിയിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ, കൊല്ലം, തൃശ്ശൂർ 40 ഡിഗ്രി സെൽഷ്യസ് വരെ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വർധനവിനാണ് സാധ്യത. അതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. മാത്രമല്ല മറ്റു ചില മുന്നറിയിപ്പുകൾ കൂടിയുണ്ട്. അതിലൊന്ന് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ അതുപോലെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ഒപ്പം നേരിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ അതിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അശ്വിൻ. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി വിട്ട് കളിയില്ല പാലക്കാട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 38-37 അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറേയധികം വെള്ളം കുടിക്കുക, വെയിൽ സൂക്ഷിക്കുക എന്നേ പറയാൻ കഴിയൂ. കാര്യം അത് കുറയുന്ന ലക്ഷണം കാണുന്നുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ സമസ്ത വോട്ട് പൂർണ്ണമായി കിട്ടിയില്ലെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ 24നോട് പറഞ്ഞു. ലീഗിനോട് താല്പര്യമില്ലാത്ത പലരും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തനിക്ക് പറയാനുള്ളത് സമൂഹം സ്വീകരിച്ചെന്നും KS ഹംസ പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും, അതുതന്നെയാണ് പ്രതീക്ഷ. സമസ്തയുടെ പൂർണ്ണമായ വോട്ട് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. സമസ്തക്കൊരു രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട്, സമസ്തയുടെ അംഗങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയം ആവാം എന്നതുകൊണ്ടും ഇങ്ങോട്ട് താല്പര്യമുള്ളവരൊക്കെ വോട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ലീഗിലേക്ക് പോയിരുന്ന ഒരുപാട് ആളുകളുടെ വോട്ട് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടുണ്ട്. കാസർഗോഡ് തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ. LDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞു. കള്ളവോട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം മാത്രമാണെന്നും MV ബാലകൃഷ്ണൻ പറയുന്നു. LDFിൻ്റെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വോട്ടുകൾ ഉറപ്പിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ പല ബൂത്തുകളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. എണ്ണിപ്പറക്കി ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തും പറയും. ജൂൺ 4 വരെ ഈ 9 സ്ഥാനാർത്ഥിക്കും ജയിക്കുന്നു പറയാം, അല്ലെങ്കിൽ എനിക്കും പറയാം. പക്ഷെ ജൂൺ 4 നമുക്ക് വരട്ടെ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF തിരിച്ചു പിടിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളെല്ലാം കള്ളവോട്ട് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പറയട്ടെ, ഈ ജനങ്ങളെല്ലാം ആ വകുപ്പിൽപ്പെട്ടവരാണെന്ന്.
ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് വോട്ടിംഗ് വൈകിച്ചുവെന്ന് UDF സ്ഥാനാർത്ഥി ഹൈബിയുടൻ പറയുന്നു. പലരും തിരികെ പോകാനത് കാരണമായി. കാലാവസ്ഥ അടക്കമുള്ള കാരണങ്ങളും വോട്ടിംഗ് കുറയാനിടയാക്കി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടുകളിൽ 50,000 വോട്ടിലെ കുറവ് കാണുന്നുവെന്നും ഹൈബിയുടൻ 24-നോട് പറഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾ ചെയ്തതിൽ ഏകദേശം 50,000 വോട്ടുകളുടെ വ്യത്യാസമാണ്, കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ കുറേ സമയം തുടക്കം മുതൽ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിൽ മിനിമം 1 മിനിറ്റെങ്കിലും എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് പല സ്ഥലത്തിലും നീണ്ട ക്യൂവും 1500ഓളം വോട്ടർമാരുള്ള പോളിംഗ് ബൂത്തുകളിൽ 1400-നും 1500-നും ഇടയ്ക്ക് പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുള്ള സ്ഥലങ്ങളിൽ ആളുകൾ തിരികെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അവർ കുറേ നേരം കാത്തു നിന്നു, കഠിനമായ ചൂടിനെയും അതിജീവിച്ച് നിന്നു. പക്ഷെ അവരെല്ലാം തിരികെ പോയി. കുറേ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അവർ കുറേ സമയം വീണ്ടും എടുത്തു. ഇതെല്ലാം എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ ഗണ്യമായ കുറവ് വരുത്തി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥികൾ, മുന്നണികൾ, കണക്ക് കൂട്ടലുകൾ ഒക്കെ ചങ്കിടിപ്പ്, നെഞ്ചടിപ്പ് ഒക്കെ അങ്ങനെ തുടരുകയാണ്. അത് കുറേ ദിവസങ്ങൾ തുടരുമല്ലോ, 4-ാം തീയതി വരെ തുടരണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിനൊരു പ്രശ്നം. ഓക്കെ, എന്തായാലും അത് തുടരട്ടെ, കണക്ക് കൂട്ടലുകൾ തുടരട്ടെ. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത തൽക്കാലം പൂർണ്ണമാകും.